പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഇന്നത്തെ ധ്യാനം ആരംഭിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുന്നള്ളി വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയൻ്റെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവ് വന്ന് വാക്കുകളെ തന്ന് നീ ഇന്ന് പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ആ വചനങ്ങൾ അതിൻ്റെ ആഴമായ അർത്ഥതലങ്ങളിലേക്ക് ഞങ്ങളിൽ കൂടെ സംസാരിക്കണമേ. അധരങ്ങൾ തുറക്കുമ്പോൾ നീ തരുന്ന വാക്കുകൾ ഉപയോഗിച്ച് നീ തരുന്ന കാര്യങ്ങൾ തന്നെ പറയാൻ ഇടയാക്കണമേ. ധാരാളം ശ്രോതാക്കളുടെ മേൽ അത് ആഴമായി പതിയണമേ. ജീവിതത്തിലെ മാറ്റങ്ങളും ഒരു പുനർജീവനമൊക്കെയും നൽകി കർത്താവിനെ ലക്ഷ്യം വെച്ച് കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച് മുന്നോട്ട് പോകുവാനുള്ള വലിയ കൃപാദാനങ്ങളെ ഞങ്ങളെ ചൊരിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ, ആമീൻ, ആമീൻ. നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത് എഫേസ്യോസിൻ്റെ 2-ാം അധ്യായം 15-ാം വാക്യം മുതലാണ്. 15-ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു. കൽപ്പനകളുടെയും ചട്ടങ്ങളുടെയും ആധിപത്യം അവൻ തൻ്റെ ശരീരത്തിലൂടെ ഇല്ലാതാക്കി. ചട്ടങ്ങളുടെയും കൽപ്പനകളുടെയും ആധിപത്യം അവൻ തൻ്റെ ശരീരത്തിലൂടെ ഇല്ലാതാക്കി. മനുഷ്യനെ തമ്മിൽ വേർതിരിക്കുന്ന ഒരു ശക്തി എന്ന നിലയിലാണ് കൽപ്പനയെ ഇവിടെ കാണിക്കുന്നത്. ആ കൽപ്പനയെ കർത്താവ് ഇല്ലാതാക്കിയെന്നാണ് പറഞ്ഞത്. അപ്പോൾ കൽപ്പന ഉള്ളത് കൊണ്ടാണ് ജനങ്ങൾ തമ്മിൽ വേർതിരിവ് ഉണ്ടാകുന്നത്. ജാതിയരും വിജാതിയരും യഹൂദരും തമ്മിലൊക്കെ വ്യത്യാസം അകന്നു നിൽക്കാനുള്ള കാരണങ്ങൾ ഈ കൽപ്പനകളൊക്കെയാണ്. അത് യേശുക്രിസ്തുവാണ് നീക്കം ചെയ്തത്. എങ്ങനെ? അവൻ തൻ്റെ ശരീരത്തിലൂടെ അത് ഇല്ലാതാക്കി. യേശായയുടെ പുസ്തകം, യേശയ്യാ പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, 53:5, നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു, അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി, അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. ഇതെല്ലാം എങ്ങനെയാണ് സാധിക്കുന്നത്? ശരീരത്തിൽ കൂടി യേശു സാധിച്ചു എന്ന് പറഞ്ഞാലേ, യേശു നമുക്ക് പകരം പീഡനങ്ങളേറ്റു, ശരീരത്തിൽ ക്ഷതമേറ്റു. ആ പീഡനങ്ങൾ, ആ ശിക്ഷ നമുക്ക് പകരമായി അവനേറ്റ ശിക്ഷയാണ്. ആ ക്ഷതങ്ങൾ മൂലമാണ് നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നത്. അല്ല, നമുക്ക് സൗഖ്യം ഉണ്ടാകാനൊന്നും നമ്മൾ യോഗ്യരല്ല. കർത്താവ് നമുക്ക് പകരം ക്ഷതമേറ്റതുകൊണ്ട് നമ്മൾ രോഗത്തിൽ നിന്ന് സൗഖ്യം നേടുന്നു. കൊളോസോസ്കാർക്ക് ലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ 20-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നു, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ വസ്തുക്കളെയും അവനിലൂടെ അവിടുന്ന് തന്നോട് അനുരഞ്ജിപ്പിക്കുകയും അവൻ കുരിശിൽ ചിന്തിയ രക്തം വഴി സമാധാനം സ്ഥാപിക്കുകയും ചെയ്തു. എല്ലാത്തിനെയും ദൈവവുമായിട്ട് അനുരഞ്ജിപ്പിക്കുക എന്നുള്ള ജോലിയാണ് യേശു കുരിശിൽ അവൻ്റെ രക്തം ചിന്തി വഹിച്ചത്. അവൻ അങ്ങനെ ഒരു സമാധാനം സ്ഥാപിച്ചു. യഹൂദര വിജാതിര് തമ്മിലുള്ള ആ വേർതിരിവിനെ ഇല്ലാതാക്കി സമാധാനം സ്ഥാപിച്ചു. 2:16 വാക്യം, ഇരുകൂട്ടരെയും സ്ഥാനത്ത് ഒരു പുതിയ മനുഷ്യനെ സൃഷ്ടിച്ചുകൊണ്ട് സമാധാനം സംസ്ഥാപിക്കാനും കുരിശു വഴി ഒരേ ശരീരത്തിൽ ഇരുകൂട്ടരെയും ദൈവത്തോടെ അനുരഞ്ജിപ്പിക്കാനും അങ്ങനെ തന്നിലൂടെ ശത്രുത അവസാനിപ്പിക്കാനുമാണ് അവൻ ഇങ്ങനെ ചെയ്തത്. ഇരുകൂട്ടരെന്ന് പറയുന്നത് വിജാതിയരും യഹൂദരുമാണ്. കുരിശു വഴി അവനോട് അനുരഞ്ജിപ്പിച്ചു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം മാനവരാശിയിലേക്ക് കടന്നു വരാനും
മനുഷ്യനെ പരസ്പര സ്നേഹത്താൽ അനുരഞ്ജിപ്പിക്കാനുമുള്ള ആ ഉപകരണമെന്ന് പറയുന്നത് യേശുവിൻ്റെ കുരിശായിരുന്നു. വിജാതിയർ യഹൂദരോടങ്ങ് ചേർന്നു എന്ന് മാത്രമല്ല, ഐക്യത്തിൻ്റെയും സ്വരച്ചേർച്ചയുടെയുമായ ഒരു അടിത്തറ ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. രണ്ടു കൂട്ടരെ ഒന്നിപ്പിച്ചു, സ്വരച്ചേർച്ചയുണ്ടാക്കി. അതിൻ്റെ അടിത്തറ ക്രിസ്തുവിൽ. അങ്ങനെ സമാധാനം സ്ഥാപിച്ചു എന്നർത്ഥം. ക്രിസ്തുവിൽ വിശ്വാസികൾ ഐക്യപ്പെട്ടിരിക്കണം. ഐക്യതയില്ലാതെയല്ല നാം ജീവിക്കേണ്ടത്. റോമാലേഖനം 12-ാം അധ്യായത്തിൽ 5-ാം വാക്യത്തിൽ പൗലോസ് പറയുകയാണ്, നാം പലരാണെങ്കിലും ക്രിസ്തുവിൽ ഏക ശരീരമാണ്, എല്ലാവരും പരസ്പരം ബന്ധപ്പെട്ട അവയവങ്ങളും ആണ്. നമ്മളെല്ലാം ഇവിടെ ജീവിക്കുമ്പോഴേ ഓരോ വ്യക്തിയായിട്ട് പരസ്പരം അടുപ്പമൊന്നുമില്ലാതെ ഇങ്ങനെ ജീവിച്ചാൽ പോരാ. നാം എല്ലാവരും ഏക ശരീരമായി ക്രിസ്തുവിൽ യോജിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. നാം എല്ലാം ഓരോരോ അവയവങ്ങളുമാണ്. ഒരു ശരീരത്തിൽ പല അവയവങ്ങളുണ്ടെന്ന് പറയുന്നത് പോലെ നാം എല്ലാവരും ചേർന്ന് ഒന്നിച്ച് ഐക്യപ്പെട്ടിരിക്കുന്നു. ഓരോരുത്തരും അവരവരുടെ സ്ഥാനത്ത് അവയവങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പത്രോസ് അപ്പോസ്തലൻ ഇങ്ങനെ ഒന്ന് നമ്മളെ പ്രബോധിപ്പിക്കുന്നുണ്ട്. 1 പത്രോസിൻ്റെ 3-ാം അധ്യായം 8-ാം വാക്യം, അവസാനമായി നിങ്ങളെല്ലാവരും ഹൃദയ ഐക്യവും അനുകമ്പയും സഹോദര സ്നേഹവും കരുണയും വിനയവും ഉള്ളവരായിരിക്കുവീൻ. നമ്മളെല്ലാവരും എങ്ങനെ ആയിരിക്കണം? ഹൃദയത്തിൻ്റെ ഐക്യം ഉണ്ട്, ഐക്യമുണ്ട്, ഞങ്ങൾ ഒന്നാണ്, ഒരു ഗ്രൂപ്പാണ് എന്നൊക്കെ പറഞ്ഞാൽ പോരാ. ഹൃദയത്തിൽ നിന്ന് വരണം ഈ ഐക്യം. ഹൃദയ ഐക്യം, അനുകമ്പ, സഹോദര സ്നേഹം, കരുണ, വിനയം, ഇതെല്ലാം ഉണ്ടായിരിക്കണം. പെന്തക്കോസ്താ ദിവസമേ പത്രോസിൻ്റെ ആദ്യത്തെ ആ പ്രസംഗം കേട്ടപ്പോൾ തന്നെ 3000 പേരാണ് വിശ്വാസികളായി തീർന്നത്. അവർ വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്തു. ഒന്നായി തീർന്നു എന്നർത്ഥം. അവർ വിശ്വസിച്ച് ഒന്നായി തീർന്നു. ഇതാണ് ക്രിസ്ത്യ വിശ്വാസികളുടെ ഐക്യം എന്ന് പറയുന്നത്. അവിടെ ജാതി മതം നോക്കാനില്ല. അവൻ യഹൂദനായിരുന്നോ, വിജാതിയനായിരുന്നോ, ഗ്രീക്കുകാരനായിരുന്നോ, പഠിച്ചവനാണെന്നോ പഠിക്കാത്തവനാണെന്നോ, അങ്ങനെ ഒരു വ്യത്യാസം നോക്കുന്നില്ല. അതിൻ്റെ ആവശ്യമില്ല. താനും ക്രിസ്തുവിൽ ഒന്നാകുന്നു. ഇതാണ് എൻ്റെ കാര്യം. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 42-ാം വാക്യം, അവർ അപ്പോസ്തലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പമുറിക്കൽ, പ്രാർത്ഥന എന്നിവയിൽ സദാ താല്പര്യപൂർവ്വം പങ്കുചേർന്നു. 4 കാര്യങ്ങൾ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പോസ്തലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പമുറിക്കൽ, പ്രാർത്ഥന. അങ്ങനെ അവരെ ഒന്നിച്ച് താല്പര്യപൂർവ്വം ചേർന്നു. അത് കൂട്ടായ്മയുടെ അടയാളമാണല്ലോ. ആരുടെ പ്രബോധനമാണ് സ്വീകരിക്കുന്നത്? അപ്പോസ്തലന്മാരുടെ പ്രബോധനം. അവരെ പഠിപ്പിക്കുന്നതാണ് നമ്മൾ പഠിക്കുന്നത്. അതുകൊണ്ടാണ് വേദപുസ്തകം നമ്മൾ അടിസ്ഥാനമായിട്ട് സ്വീകരിക്കുന്നത്. ഇതിനകത്തുള്ളത് കുറയ്ക്കുകയും വേണ്ട, ഇതിനകത്തുള്ളത് കൂട്ടുകയും വേണ്ട. അങ്ങനെ ചെയ്യരുതെന്ന് കർത്താവിൻ്റെ വചനം തന്നെ പറയുന്നുണ്ട്. ഇതാണ് അടിസ്ഥാനം. അപ്പോസ്തലന്മാരുടെ പ്രബോധനം കൂടാതെ ഇന്ന് പല സഭകളിലും പല ആരാധനകളും പല ആചാരങ്ങളും ഒക്കെ അങ്ങ് തെറ്റായ രീതിയിലുള്ളതൊക്കെ കടന്നുകൂടിയിരിക്കുക. അയ്യോ, അത് കുഴപ്പമില്ലെന്നൊക്കെയാണ് ചിലരുടെ വിചാരം. നമ്മൾ അപ്പോസ്തലന്മാരുടെ പ്രബോധനത്തിൽ ഉറച്ചു നിൽക്കണം. ബൈബിൾ എന്ത് പറയുന്നെന്ന് നോക്കണം. ഒരു കാര്യം പുതുതായിട്ട് ആരെങ്കിലും പറഞ്ഞാൽ ബൈബിൾ അത് പഠിപ്പിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ച് നോക്കി മനസ്സിലാക്കണം. എന്നിട്ട് കൂട്ടായ്മ ഉണ്ടായിരിക്കണം. അല്ലാതെ വ്യക്തിയായിട്ട് അവിടെ ഇവിടെ ജീവിക്കുന്നു എന്നുള്ളതല്ല. നമ്മൾ ക്രിസ്തുവിലൊന്ന്, ആ ഐക്യം, ആ കൂട്ടായ്മ ഉണ്ടായിരിക്കണം. അപ്പം മുറിക്കൽ ശുശ്രൂഷയുണ്ട്. ക്രിസ്തു പറഞ്ഞില്ലേ അന്ത്യത്താഴ ദിവസം, അതിൽ നമ്മൾ ഐക്യപ്പെട്ടിരിക്കണം. പ്രാർത്ഥന, നമ്മളെല്ലാവരും കൂടെ ചേർന്ന് പ്രാർത്ഥിക്കണം. ഈ പ്രാർത്ഥന എന്ന് പറഞ്ഞ് വ്യക്തിപരമായിട്ട് ചെയ്യാം, പക്ഷേ ഐക്യപ്പെട്ട് ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നതിൽ അർത്ഥമുണ്ട്. കർത്താവ് അത് ആഗ്രഹിക്കുന്നു. നിങ്ങൾ 2-3 പേര്
എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ അവരുടെ മധ്യത്തിൽ ഞാൻ സന്നിഹിതനായിരിക്കും. ഐക്യപ്പെട്ട രണ്ടുപേരും ഒന്നിച്ച് ചോദിച്ചാൽ ഞാനത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും തരും. ഈ ഐക്യത്തെക്കുറിച്ച് കർത്താവ് അങ്ങനെ വളരെയധികം പ്രാവശ്യം സൂചിപ്പിക്കുന്നുണ്ട്. പ്രാർത്ഥന, ഒരാൾ പ്രാർത്ഥിക്കുന്നതിൻ്റെ എതിരായിട്ടാണ് മറ്റാൾ പ്രാർത്ഥിക്കുന്നെങ്കിൽ അതിലൊരു കൺഫ്യൂഷൻ വരത്തില്ലേ? രണ്ടുപേരും ഐക്യപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ഉത്തരമരളും. പ്രാർത്ഥിക്കുന്നതിനെല്ലാം കർത്താവ് വേഗം ഉത്തരമരളും. നമ്മൾ സംശയിക്കേണ്ട, ചോദിച്ചാൽ തരാമെന്ന് കർത്താവിൻ്റെ വാക്കാണ്, അത് കിട്ടും. അപ്പോൾ അത് താല്പര്യപൂർവ്വം ഈ പ്രാർത്ഥനയിലും 4 കാര്യങ്ങളാണ് എടുത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോസ്തലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പം മുറിക്കൽ, പ്രാർത്ഥന. ഇതിൽ ഒന്നിച്ച് ഐക്യപ്പെട്ടിരിക്കണം. മരിച്ച് കല്ലറയിൽ അടക്കപ്പെട്ട ലാസറിനെ ഉയർപ്പിക്കാനാണല്ലോ യേശു ബഥാനിയയിലേക്ക് പോയത്. യേശുവിൻ്റെ യാത്രയുടെ ലക്ഷ്യം തന്നെ ലാസറിനെ ഉയർപ്പിക്കണമെന്നുള്ളതായിരുന്നു. യേശു ബഥാനിയയിൽ വന്നപ്പോൾ സഹോദരിമാരെ, മാർത്ത, മറിയം, അവർ ലാസറിൻ്റെ സഹോദരിമാർ യേശുവിൻ്റെ അടുത്ത് വന്ന് സങ്കടം അങ്ങ് പറയുക, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവൻ മരിക്കുമായിരുന്നില്ല. യേശു ആണെങ്കിൽ ഇവരെ, ആ കുടുംബത്തെ സ്നേഹിച്ചിരുന്നു. യേശുവിൻ്റെ സ്നേഹിതരെന്നുള്ള രീതിയിലാണ് ലാസറിനെ കുറിച്ചൊക്കെ പറയുന്നത്. യേശു സ്നേഹിച്ചിരുന്നൊരു കുടുംബമാണ്. എന്നിട്ട് ഈ കരച്ചിൽ കണ്ടപ്പോൾ യേശു കണ്ണുനീർ വാർത്തു. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 34-ാം വാക്യം, യേശു കണ്ണുനീർ പൊഴിച്ചു. ബൈബിളിലെ ഏറ്റവും ചെറിയ വാചകമാണ്. പക്ഷെങ്കിൽ സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ അടയാളം കാണിക്കുന്ന ഒരു വാചകമാണ് യേശു കണ്ണുനീർ പൊഴിച്ചു. എപ്പോൾ? മനുഷ്യൻ്റെ ഇടയിൽ നിന്ന് മനുഷ്യൻ്റെ സങ്കടം കണ്ടപ്പോൾ യേശുവിൻ്റെ ഹൃദയത്തിൽ പൊട്ടി, അവൻ കരഞ്ഞു, അവൻ കണ്ണുനീർ വാർത്തു. നമ്മൾ കരയുമ്പോൾ നമ്മുടെ കൂടെ കരയുന്ന ഒരു ദൈവമാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി. അതാ പ്രാർത്ഥിച്ചാൽ കിട്ടുമെന്ന് പറയുന്നതിൻ്റെ അർത്ഥം. അവൻ നമ്മുടെ കണ്ണുനീര് കാണുമ്പോൾ കൂടെ കരയുന്ന ഒരു കർത്താവ്. ആ ഒരു കർത്താവ് നമ്മുടെ മുമ്പിലുണ്ട്. അവൻ്റെ മുമ്പിലാണ് നമ്മൾ പ്രാർത്ഥന അർപ്പിക്കുന്നുവെങ്കിൽ ഏത് വിഷയവും ആയിക്കോട്ടെ കിട്ടുക തന്നെ ചെയ്യും. കർത്താവിനോടാണല്ലോ നമ്മൾ പറയുന്നത്, നമ്മുടെ പിതാവല്ലേ. പശ്ചാത്താപം പാപികളെ വിശ്വാസികളാക്കി കർത്താവിങ്കിലേക്ക് ഏകീഭവിക്കുന്നു. ഏകീഭവിക്കുക, ഒന്നിച്ചാക്കുക, ഇത് കർത്താവിൻ്റെ ഒരു ലക്ഷ്യമായിരുന്നു. യെരമ്യാ 3-ാം അധ്യായം 17-18 വാക്യങ്ങളിൽ പറയുന്നത്, കർത്താവിൻ്റെ സിംഹാസനമെന്ന് അന്ന് ജെറുസലേം വിളിക്കപ്പെടും. സകല ജനതകളും അവിടെ കർത്താവിൻ്റെ നാമത്തിൽ സമ്മേളിക്കും. ഇനി ഒരിക്കലും അവർ തങ്ങളുടെ ദുഷ്ടഹൃദയത്തിൻ്റെ ഇംഗിതങ്ങൾക്ക് വഴിപ്പെടുകയില്ല. ആ ദിവസങ്ങളിൽ യൂദാ കുടുംബം ഇസ്രായേൽ കുടുംബവുമായി ചേരും. അവർ ഒരുമിച്ച് വടക്ക് നിന്നും പുറപ്പെട്ട് നിങ്ങളുടെ പിതാക്കന്മാർക്ക് അവകാശമായി ഞാൻ കൊടുത്ത ദേശത്ത് വരും. യൂദാ ഇസ്രായേൽ എന്നുള്ള വ്യത്യാസം ഉണ്ടായിരുന്നല്ലോ, അതെല്ലാം അങ്ങ് മാറും. അവർ ഒന്നിച്ച് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വരും. ഒരാട്ടിൻ പറ്റവും ഒരിടയനും, അതാണ് യേശുവിൻ്റെ ലക്ഷ്യം. ഓരോ ഗ്രൂപ്പായിട്ട് മാറി മാറി നിൽക്കണമെന്നല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. കാരണം ഒറ്റ ഇടയനാണ് നമുക്കുള്ളത്, യേശു ക്രിസ്തു. അവൻ്റെ സമീപത്ത് ചെന്ന് ഒറ്റ ആട്ടിൻപറ്റമായിട്ടിരിക്കുക, ഇതാണ് കർത്താവിൻ്റെ ആഗ്രഹം. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 16-ാം വാക്യം, ഈ തൊഴുത്തിൽപ്പെടാത്ത മറ്റാടുകളും എനിക്കുണ്ട്, അവയെയും ഞാൻ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. അവ എൻ്റെ സ്വരം ശ്രവിക്കും. അങ്ങനെ ഒരാട്ടിൻ പറ്റവും ഒരു ഇടയനും ആകും. അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. വഴക്കുണ്ടാക്കാനല്ല, ഐക്യം, സമാധാനം. ഇതാണ് പരസ്പര സ്നേഹവും സഹകരണവും ആത്മീയ വിജയത്തിന് ആവശ്യമാണ്. ഒരാൾ തന്നെ ഇരുന്ന് അങ്ങ് ആത്മീയ ജീവിതത്തിൽ വിജയിക്കാം, അങ്ങനെയല്ല കർത്താവിൻ്റെ ഉദ്ദേശം. പരസ്പര സ്നേഹം, പരസ്പര സഹകരണം, അങ്ങനെയാണ് ആത്മീയമായ തലത്തിൽ വിജയത്തിലേക്ക് മുന്നേറേണ്ടത്. അത് ആവശ്യമാണ്. 1-2 പോയിൻ്റ് ഞാൻ പറയുകയാണ്.
എന്തുകൊണ്ടാണ് ഈ പരസ്പര സ്നേഹം സഹകരണം വേണമെന്ന് പറയുന്നത് എന്ന്. ഒന്നാമത്തെ കാര്യം, പ്രയാസമുള്ളപ്പോൾ ധൈര്യപ്പെടുത്തുന്നതിന്. എല്ലാ മനുഷ്യർക്കും പ്രയാസമുണ്ടെന്ന് നമുക്കറിയാം. ഏതെങ്കിലും വിഷയത്തെക്കുറിച്ച് ആൾക്കാരങ്ങ് വിഷമിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ ധൈര്യം കിട്ടുന്നതിന് പരസ്പര സ്നേഹവും സഹകരണവും ഉണ്ടെങ്കിൽ അത് വളരെ നല്ലതാണ്. 1 ശമൂവേൽ 14 അധ്യായം 6-7 വാക്യങ്ങളിൽ പഴയ നിയമത്തിൽ നമ്മളൊരു കാര്യം കാണുന്നു. യോനാഥാൻ ആയുധവാഹകനായ യുവാവിനോട് പറയുക, വരിക, നമുക്ക് ആ അപരിചിതരായ സൈന്യത്തിൻ്റെ നേരെ ചെല്ലാം. കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കാതിരിക്കുമോ? ആള് ഏറിയാലും ആൾ കുറഞ്ഞാലും കർത്താവിനെ രക്ഷിക്കുവാൻ തടസ്സമില്ലല്ലോ. ആയുധവാഹകൻ അവനോട് പറഞ്ഞു, അങ്ങയുടെ ഇഷ്ടം പോലെ ഞാൻ ചെയ്തുകൊള്ളാം. ഞാൻ അങ്ങയുടെ കൂടെ തന്നെയുണ്ട്. അങ്ങയുടെ ഇഷ്ടമാണ് എൻ്റേതും. ഇതാണ് ആയുധവാഹകൻ പറഞ്ഞത്. നമ്മൾ കുറച്ച് പേരേ ഉള്ളൂ. അവർ ശത്രു സൈന്യം വളരെ വലുതാണ്. പക്ഷെ ആൾ കൂടിയാൽ എന്താ, കുറഞ്ഞാൽ എന്താ? കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ വിജയം നമ്മുടേതല്ലേ. നീ എൻ്റെ കൂടെ പോരെ. ആയുധവാഹകൻ പറഞ്ഞു, ഞാൻ വരാം. അങ്ങയുടെ ഇഷ്ടം എൻ്റെ ഇഷ്ടം. ഭിന്നിപ്പല്ല, ഐക്യം. അതാണ് എൻ്റെ പ്രാധാന്യം. പഴയ നിയമത്തിൽ തന്നെ ഇത് നമ്മൾ കാണുന്നു എന്നുള്ളതാണ് പ്രത്യേകത. രണ്ടാമത്തെ ഒരു കാര്യം, പ്രാർത്ഥനയിൽ ശക്തി കൂടാൻ ഈ ഐക്യം ഉണ്ടാകണം. മത്തായിയുടെ സുവിശേഷം 18 അധ്യായം 19 വാക്യം, വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, ഭൂമിയിൽ നിങ്ങൾ 2 പേർ യോജിച്ച് ചോദിക്കുന്ന ഏത് കാര്യവും എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിറവേറ്റിത്തരും. 2 പേര് യോജിച്ച് ചോദിക്കുന്ന ഏത് കാര്യമായിക്കോട്ടെ പിതാവ് നിറവേറ്റിത്തരും. ആ മകന് ടോപ്പ് മാർക്ക് കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. ഒരാൾ പ്രാർത്ഥിക്കുന്നു, കൂടെ വന്ന ആളും അതേ വിഷയം തന്നെ പ്രാർത്ഥിക്കുന്നു. ഒരാൾ പ്രാർത്ഥിക്കുന്നവന് ടോപ്പ് മാർക്ക് കിട്ടണമെന്ന്, മറ്റോ വിചാരിക്കാമില്ല, കൊടുക്കണ്ട ദൈവമേ എന്ന് വിചാരിച്ചാൽ അത് ശരിയായ യോജിപ്പോടുള്ള പ്രാർത്ഥനയല്ല. 2 പേരും ഒരുപോലെ പ്രാർത്ഥിക്കുക. യോജിപ്പുണ്ടോ, കർത്താവ് ഉത്തരം അന്നേരം അങ്ങ് തരും. മൂന്നാമത്തെ ഒരു കാര്യം, മനുഷ്യരെ അനുദപിക്കുവാൻ ആഹ്വാനം ചെയ്യുന്നതിന് ഈ യോജിപ്പ് വേണം. മർക്കോസിൻ്റെ സുവിശേഷം 6 അധ്യായം 7 വാക്യം, അവൻ തൻ്റെ 12 പേരെ അടുത്ത് വിളിച്ച് 2 പേരെ വീതം അയക്കാൻ തുടങ്ങി. യേശു പോകാനുള്ള സ്ഥലങ്ങളിലേക്ക് അയക്കുകയാണ് 12 പേരെ. ഒന്നിച്ചങ്ങ് അയക്കുകയല്ല, ഓരോരുത്തരായിട്ടും അയക്കുകയല്ല, 2 പേരെ വീതം. അപ്പോൾ 6 ഗ്രൂപ്പായിട്ട് അയച്ചു. അശുദ്ധാത്മാക്കളുടെ മേൽ അവർക്ക് അധികാരവും കൊടുത്തു. അതാണ് എൻ്റെ പ്രത്യേകത. 2 പേരായിട്ട്, ഒരാളായിട്ടല്ല, 2 പേരായിട്ട് അയക്കുന്നു. ഐക്യം. മനുഷ്യരെ പ്രവർത്തനത്തിന് അയക്കുമ്പോൾ ഈ 2 പേരായിട്ട് അയക്കുക, അത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ്, ദൈവത്തിൻ്റെ പദ്ധതിയാണ്. പഴയ നിയമം മുതൽ നമുക്കത് കാണുവാൻ സാധിക്കും. മോശെ തലവനായിട്ട് നിയമിച്ച് അയക്കുമ്പോഴേ മോശെ തന്നെയല്ല, അഹ്റോനെ കൊണ്ട്, സഹോദരനാണല്ലോ മോശയും അഹ്റോനും, അവർ 2 കൂടെ ഒന്നിച്ച്. കർത്താവ് മോശയോട് പറഞ്ഞ വാചകം പുറപ്പാട് 4:16, അഹ്റോൻ നിനക്ക് പകരം ജനത്തോട് സംസാരിക്കും. അഹ്റോൻ നിനക്ക് പകരം ജനത്തോട് സംസാരിക്കും. അവൻ നിൻ്റെ വക്താവായിരിക്കും. നീ അവന് ദൈവത്തെ പോലെ. 2 പേരെയും കൂടെ വിടുന്നത്. സംസാരിക്കുന്നതിന് അഹ്റോൻ. കാര്യം മോശ പറഞ്ഞു ഞാൻ വിക്കന എന്ന് പറഞ്ഞതുകൊണ്ടാണ് കർത്താവ് ആ ഒരു ക്രമീകരണം ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് കാണുന്നത് കാലേബും ജോഷുവായും 2 പേരും ഇപ്പോൾ നാട് ഒറ്റുനോക്കാൻ പോയതാണ്. 2 പേരെ വിടുന്നു, ഒരാളെ മാത്രമല്ല. സംഖ്യാപുസ്തകം 14 അധ്യായം 6-7 വാക്യം, ദേശം ഒറ്റുനോക്കാൻ പോയവരിൽ നൂനിൻ്റെ മകൻ ജോഷുവായും യെഫുന്നെയുടെ മകൻ കാലേബും തങ്ങളുടെ വസ്ത്രം കീറി അവർ ഇസ്രായേൽ സമൂഹത്തോട് പറഞ്ഞു, ഞങ്ങൾ ഒറ്റുനോക്കാൻ പോയ ദേശം അതിവിശിഷ്ടമാണ്. 2 പേരും പോയി ഒരേ അഭിപ്രായമാണ് പറയുന്നത്. മറ്റേ ആൾക്കാർക്ക് വ്യത്യസ്ത അഭിപ്രായം ഉണ്ടായിരുന്നായിരിക്കും. പക്ഷേ ഇവർക്ക് 2 പേർക്കും ഒരേ അഭിപ്രായം, ആ ദേശം അതിവിശിഷ്ടമാണ്. കർത്താവ് നമ്മുടെ ഈ തന്നിരിക്കുകയാണെന്നുള്ള ആ വലിയ ഉത്സാഹത്തോടെ അവർ പറഞ്ഞത്. ഏതായാലും 2 പേരുണ്ട്, കാലേബും ജോഷുവായും. ഏലിയ പ്രവാചകൻ്റെ കാര്യം നമുക്കറിയാം. ഏലിയ തന്നെയല്ല, ശിഷ്യന്മാരുണ്ട്, എന്നാലും പ്രധാനമായിട്ട് ഏലിയായും ഏലിശായും.
2 രാജാക്കന്മാർ 2:10-6 ഏലിയ ഏലിഷായോട് പറഞ്ഞു, ദയവായി ഇവിടെ നിൽക്കുക, കർത്താവ് എന്നെ യോർദാനിലേക്ക് അയച്ചിരിക്കുന്നു. അവൻ പറഞ്ഞു, കർത്താവിനെയും അങ്ങയെയും സാക്ഷിയാക്കി ഞാൻ പറയുന്നു, ഞാൻ അങ്ങയെ വിട്ടുമാറില്ല. അങ്ങനെ ഇരുവരും യാത്ര തുടർന്നു. അപ്പം ഏലിയ പ്രവാചകൻ പറഞ്ഞു, എലീഷ നീ ഇവിടെ നിൽക്ക്, ഞാൻ അങ്ങോട്ട് പോകട്ടെ, എന്നെ യോർദാനിലേക്ക് കർത്താവ് അയച്ചിരിക്കുക. അത് പറഞ്ഞാൽ പറ്റത്തില്ല, ഞാനിവിടെ വരും. ഏലിയായും ഏലീഷായും കൂടെ പോയത്. 4-ാമതായിട്ട് നമ്മൾ കാണുന്നത്, യേശു ശിഷ്യന്മാരെ ഓരോ ദേശത്തേക്ക് അയച്ചു, മാനസാന്തരപ്പെടുവിൻ ഒക്കെ പ്രസംഗിക്കാനായിട്ട്. അവിടെ ഈ 2 പേരായിട്ട് അയക്കുന്നത് ഈ 72 പേരെ. അപ്പോൾ 36 ഗ്രൂപ്പായിട്ട്. ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 1-ാം വാക്യം തന്നെ പറയുന്നു, അനന്തരം കർത്താവ് വേറെ 72 പേരെ തിരഞ്ഞെടുത്ത് താൻ പോകാനിരുന്ന എല്ലാ പട്ടണങ്ങളിലേക്കും നാട്ടിൻപുറങ്ങളിലേക്കും ഈ 2 പേരായി അവരെ തനിക്ക് മുമ്പേ അയച്ചു. 2 പേരും കൂടെ. ഇനി പൗലോസിൻ്റെ പ്രവർത്തനത്തിൽ നമുക്കറിയാം, പൗലോസ് കൂടെ കൊണ്ടുപോയത് ബാർണബാസിനെയാണ്, തനിച്ചല്ല പോകുന്നത്. പൗലോസും ബാർണബാസും. അപ്പോസ്തല പ്രവൃത്തികൾ 13-ാം അധ്യായം 2-3 വാക്യങ്ങൾ. അവർ കർത്താവിന് ശുശ്രൂഷ ചെയ്തും ഉപവസിച്ചും കഴിയവേ പരിശുദ്ധാത്മാവ് അവരോട് പറഞ്ഞു, ബാർണബാസിനെയും സാവൂളിനെയും ഞാൻ വിളിച്ചിരിക്കുന്ന ജോലിക്കായി എനിക്ക് വേണ്ടി മാറ്റി നിർത്തുക. ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കും ശേഷം അവർ അവരുടെ മേൽ കൈവയ്പ് നടത്തി പറഞ്ഞയച്ചു. പൗലോസും ബാർണബാസും കൂടെ പോകുന്നു. ലോകം മുഴുവനും പോയി എല്ലാവരെയും ക്രിസ്തുവിൻ്റെ ആ സുവിശേഷം അറിയിക്കുന്നു. ഞാൻ ശക്തനായി ഓടി, ഞാൻ എൻ്റെ ഓട്ടം തികച്ചു എന്ന് പൗലോസിന് അവസാനം പറയാൻ സാധിക്കത്തക്കവണ്ണം പ്രവർത്തിച്ചു. ബാർണബാസ് മാറിയപ്പോൾ പിന്നെ പൗലോസ് സീലാസിനെ കൂട്ടിയിട്ടുണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ 15:40 നമുക്കറിയാം, പൗലോസ് സീലാസിനെ തിരഞ്ഞെടുത്ത് അവനോടുകൂടി യാത്ര തിരിച്ചു. ബാർണബാസ് വേറെ വരേണ്ടി വന്നു, പിന്നെ സീലാസിനെ കൂടെ ഒക്കെ കൂട്ടി അങ്ങനെ പൗലോസ് യാത്ര തിരിക്കുന്നു. അപ്പോൾ തനിച്ചല്ല എന്നുള്ളത് ഓർത്തോണം. ഇനി നമുക്ക് പ്രധാന ആശയം ആ വാചകത്തിൽ പറഞ്ഞിരിക്കുന്നത്, കർത്താവ് നമുക്ക് സമാധാനം ഉണ്ടാക്കി തന്നിരിക്കുന്നു എന്നാണ്. ഈ സമാധാനം എവിടെ നിന്ന് കിട്ടുന്നു? അത് യേശുക്രിസ്തു മൂലമാണ് സമാധാനം ഉണ്ടാകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. യേശുക്രിസ്തുവാണ് സമാധാനത്തിൻ്റെ ആൾ. ഒന്നാമത്തെ കാര്യം, സമാധാനത്തിൻ്റെ സദ്വാർത്ത യേശുക്രിസ്തുവിലൂടെയാണ് വിളംബരം ചെയ്യപ്പെട്ടത്. അപ്പോസ്തല പ്രവൃത്തികൾ 10:36 പറയുന്നു, സമാധാനത്തിൻ്റെ സദ്വാർത്ത സകലത്തിൻ്റെയും കർത്താവായ യേശുക്രിസ്തുവിലൂടെ വിളംബരം ചെയ്തുകൊണ്ട് അവൻ തൻ്റെ വചനം ഇസ്രായേൽ മക്കൾക്ക് നൽകി. സമാധാനത്തിൻ്റെ സദ്വാർത്തയാണത് എന്ന് നമ്മൾ ഓർക്കണം. യേശുക്രിസ്തു വഴിയാണത് നൽകപ്പെട്ടത്. ഈ സമാധാനം വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. യെശയ്യ 26:3 പറയുന്നു, അങ്ങയിൽ ഹൃദയം ഉറപ്പിച്ചിരിക്കുന്നവരെ അങ്ങ് സമാധാനത്തിന് തികവിൽ സംരക്ഷിക്കുന്നു, എന്തെന്നാൽ അവൻ അങ്ങയിൽ ആശ്രയിക്കുന്നു. കർത്താവിൽ ആശ്രയിച്ചോ, കർത്താവിൽ നിന്ന് സമാധാനം നമ്മളിലേക്ക് ഇങ്ങ് വരും. കൽപ്പനകൾ അനുസരിച്ചാൽ നമുക്ക് സമാധാനം ഉണ്ടാകും. മൂന്നാമത്തെ കാര്യമാണ് യെശയ്യാ 48:18 പറയുന്നു, നീ എൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നെങ്കിൽ, നീ എൻ്റെ കൽപ്പനകൾ അനുസരിച്ചിരുന്നെങ്കിൽ നിൻ്റെ സമാധാനം നദി പോലെ ഒഴുകുമായിരുന്നു, നീതി കടൽ അലകൾ പോലെ ഉയരുമായിരുന്നു. എന്ത് ചെയ്താൽ മതി? നീ എൻ്റെ കൽപ്പനകൾ അനുസരിച്ചാൽ സമാധാനം അവിടെ ഉണ്ടാകും. സമാധാനമില്ലാത്ത വീടുകൾ, സമൂഹങ്ങൾ, സഭകൾ ഒക്കെ നോക്കിയാൽ നമുക്കറിയാം, കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കാതെ വരുമ്പോഴാണ് ഈ സമാധാനം ഇല്ലാതെ പോകുന്നത്. സഭകൾ തമ്മിലുള്ള ആഭ്യന്തര വഴക്ക്, അടി എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? കൽപ്പനകൾ അനുസരിക്കത്തില്ല. അതുകൊണ്ടാണ് ഉണ്ടാകുന്നത് എന്ന് നമുക്ക് സൂക്ഷ്മമായിട്ട് മനസ്സിലാകും, സൂക്ഷ്മമായിട്ട് പഠിച്ചാൽ. സമാധാനം എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ ഒരു ഇഷ്ടദാനമാണ്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 27-ാം വാക്യം, ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു,
ലോകം നൽകുന്നത് പോലെയല്ല ഞാൻ നൽകുന്നത്. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട. കർത്താവ് തൻ്റെ കുരിശുമരണത്തിന് മുമ്പായിട്ട് നമ്മളെ വിട്ടുപോകുന്നതിൻ്റെ അല്ലെങ്കിൽ ശിഷ്യന്മാരെ വിട്ടുപോകുന്നതിന് മുമ്പായിട്ട് പറയുകയാണ്, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു. കർത്താവ് സമാധാനമാണല്ലോ. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു. ഞാൻ പോവുകയാണ്, പക്ഷേ ഈ സമാധാനം കൊണ്ടുപോകുന്നില്ല, അത് നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു. എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട. ഹൃദയം അസ്വസ്ഥമാകുകയും ഭയപ്പെടുകയും ചെയ്യുക മനുഷ്യൻ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹൃദയം അങ്ങ് അസ്വസ്ഥം, ഭയപ്പാട്, ഇത് രണ്ടും ആവശ്യമില്ല. കാര്യം കർത്താവ് നമുക്കൊരു കാര്യം തന്നിട്ട് പോയിരിക്കുക, സമാധാനം. കർത്താവിൻ്റെ സമാധാനം അതാണ് നമുക്ക് തന്നിരിക്കുന്നത്. കർത്താവിൻ്റെ ഹൃദയത്തിൽ എത്രമാത്രം സമാധാനമുണ്ടോ നമുക്ക് തന്നേച്ചാ പോയിരിക്കുന്നത്. വലിയ കോളിളക്കവും ഒക്കെ ഉണ്ടായി വഞ്ചി മറിഞ്ഞു പോകും എന്ന് ശിഷ്യന്മാർ കരുതിയപ്പോൾ യേശു അവിടെ പടവിൽ തലയണയും വെച്ച് കിടന്ന് ഉറങ്ങുക. അയ്യോ കർത്താവേ, നീ എഴുന്നേറ്റ് ഞങ്ങളെ ഒന്ന് രക്ഷിക്ക്, ഞങ്ങളെക്കുറിച്ച് നിനക്ക് ഒരു തോന്നലുമില്ലേ എന്ന് അവരങ്ങ് പറഞ്ഞു. അല്പവിശ്വാസികളെ കർത്താവെല്ലാം ശാന്തമാക്കി. കർത്താവിൻ്റെ ഹൃദയം സമാധാനമാണ്. അവനത് നമുക്ക് തന്നേച്ചാ പോയിരിക്കുന്നത്. നമ്മൾ അസ്വസ്ഥരാകേണ്ട, ഒന്നിനെക്കുറിച്ചും അസ്വസ്ഥരാകേണ്ട, ഭയപ്പെടുകയും വേണ്ട. കർത്താവിൻ്റെ സമാധാനം എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്ന പോലൊന്നുമല്ല, സകല ധാരണയും അതിലംഘിക്കുന്ന സമാധാനമാണ്. ഫിലിപ്പിയ ലേഖനം 4:7 പറയുന്നു, അപ്പോൾ നമ്മുടെ എല്ലാ ധാരണകളെയും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശു ക്രിസ്തുവിൽ കാത്തുകൊള്ളും. ആ സമാധാനം നമ്മുടെ ധാരണയ്ക്ക് അതിലംഘിക്കുന്ന സമാധാനമാണ്. അത് കർത്താവ് നമുക്ക് തന്നിട്ടാണ് പോയിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സമാധാനം അന്വേഷിക്കണം നമ്മൾ, അതിനൊരു കടമ നമുക്കുണ്ട്. സങ്കീർത്തനം 34:14 ദാവീദ് ഇങ്ങനെ നമ്മളോട് പറഞ്ഞിരിക്കുന്നു, തിന്മയിൽ നിന്നകന്ന നന്മ ചെയ്യുവീൻ, സമാധാനം അന്വേഷിച്ച് അതിനെ പിന്തുടരുവീൻ. സമാധാനം അന്വേഷിച്ച് അങ്ങോട്ട് ചെല്ലണം, അത് നമ്മുടെ കടമയാണ്. വേറൊരു കാര്യം, സമാധാനം നമ്മൾ സഭയിൽ വളർത്തിയെടുക്കണം. 2 തിമോത്തിയോസ് 2:22 പൗലോസ് പറയുകയാണ്, പരിശുദ്ധ ഹൃദയത്തോടെ കർത്താവിനെ വിളിക്കുന്നവരോട് ചേർന്ന് നീതി, വിശ്വാസം, സ്നേഹം, സമാധാനം എന്നിവയിൽ ലക്ഷ്യം വയ്ക്കുക. നമ്മുടെ ലക്ഷ്യം സഭയോട് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നീതി, വിശ്വാസം, സ്നേഹം, സമാധാനം, ഇതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. നമ്മൾ പള്ളിയിൽ പോന്നു, പ്രാർത്ഥിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ടായിരിക്കണം. നീതി നടപ്പാക്കണം, വിശ്വാസം കാത്തു സൂക്ഷിക്കണം, സ്നേഹത്തിലായിരിക്കണം, സമാധാനത്തിൽ ലക്ഷ്യം വെക്കണം. ഈ ലക്ഷ്യം വെച്ച് വേണം നമ്മൾ ആരാധനകളും പ്രാർത്ഥനകളും എല്ലാം നടത്താൻ. നമ്മൾ പള്ളിയിൽ പോകുന്നതും പ്രാർത്ഥിക്കുന്നതും എല്ലാം ഇതായിരിക്കണം. സഭയോട് ചേർന്ന്, പരിശുദ്ധ ഹൃദയത്തോട് ചേർന്ന് നമ്മൾ എന്ത് ചെയ്യണം? നീതി, വിശ്വാസം, സ്നേഹം, സമാധാനം, ഇത് ലക്ഷ്യം വെച്ച് വേണം നമ്മൾ ചെല്ലാൻ. വഴക്കമുണ്ടാക്കാനല്ല പള്ളിയിൽ ചെല്ലുന്നത്, ഒന്നിച്ചു കൂടുന്നത് എന്ന് നമ്മൾ പ്രത്യേകം ഓർക്കണം. നമ്മൾ ഒരു പുതിയ സൃഷ്ടി ആയിത്തീരേണ്ടതാണ്. സങ്കീർത്തനം 40:3 പറയുന്നു, അവിടുന്ന് ഒരു പുതിയ ഗാനം എൻ്റെ അധരങ്ങളിൽ നിക്ഷേപിച്ചു, നമ്മുടെ ദൈവത്തിനൊരു സ്തോത്രഗീതം. പലരും കണ്ട് ഭയപ്പെടുകയും കർത്താവിൽ ശരണം വയ്ക്കുകയും ചെയ്യും. ഒരു പുതിയ ഗീതം എൻ്റെ അധരങ്ങളിലേക്ക് ദൈവം തന്നിരിക്കുകയാണ്. ഞാനൊരു പുതിയ പാട്ട് പാടണം, ഒരു പുതിയ മനുഷ്യനാകണം. ഇതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ധൂർത്തപുത്രൻ്റെ ഉപമ കർത്താവ് പറഞ്ഞല്ലോ. ആ ഉപമയിൽ പിതാവ് എത്രമാത്രമാണ് സന്തോഷിക്കുന്നത്. ലൂക്കായുടെ സുവിശേഷം 15:24 പിതാവ് പറയുകയാണ്, എൻ്റെ ഈ മകൻ മൃതനായിരുന്നു, അവനിതാ വീണ്ടും ജീവിക്കുന്നു, അവൻ നഷ്ടപ്പെട്ടിരുന്നു, ഇപ്പോൾ വീണ്ടും കിട്ടിയിരിക്കുന്നു. അവർ ആഹ്ലാദിക്കാൻ തുടങ്ങി. ഒരു പാപി മാനസാന്തരത്തിലേക്ക് വരുമ്പോൾ സ്വർഗം, മലഖമാർ, ദൈവം, അവർ സന്തോഷത്തിൻ്റെ അനുഭവമാണ്. പിതാവ് ആഹ്ലാദിക്കുന്നു,
യേശു പറഞ്ഞ ഉപമയിൽ പറയുകയാണ്, നഷ്ടപ്പെട്ടു പോയതിനെ തിരിച്ച് കിട്ടുന്നു. നമ്മൾ ആത്മാവിൽ പുതുക്കപ്പെടണം. സങ്കീർത്തനം 51:10, ദൈവമേ നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ, അചഞ്ചലമായ ഒരു നവചൈതന്യം എന്നിൽ നിക്ഷേപിക്കണമേ. ഒരു പുതു ജനനമാണ്, ഒരു പുതുക്കപ്പെടലാണ് അവിടെ. ഒരു നവചൈതന്യം, പരിശുദ്ധാത്മാവിനെ എന്നിലേക്ക് അയക്കണമേ എന്നാ പറയുന്നതിൻ്റെ അർത്ഥം. ആ വാചകത്തിൽ എഴുതിയിരിക്കുന്നത് ഒരേ ശരീരത്തിൽ നമ്മളെ അനുരഞ്ജിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം, അത് ഒരേ ശരീരം എന്ന് പറയുന്നത് ക്രിസ്തു ആകുന്ന ശരീരമെന്ന്. ക്രിസ്തുവിൻ്റെ ശരീരം എന്ന് സഭയെക്കുറിച്ച് പറയുന്നൊരു സാദൃശ്യമാണത്. അപ്പം സഭയിൽ ക്രിസ്തുവിൻ്റെ ശരീരത്തോടെ നമ്മളെ ഒന്നായിട്ട് ഐക്യപ്പെടുത്തിയിരിക്കുന്നു. ഇതാണ് സഭയെ സംബന്ധിക്കുന്ന നമ്മുടെ മനസ്സിലാക്കൽ ധാരണ. കൊളോസോസ് ലേഖനം 1:24, നിങ്ങളെ പ്രതിയുള്ള പീഡകളിൽ ഞാൻ സന്തോഷിക്കുന്നു. പൗലോസ് പറയുകയാണ്, സഭയാകുന്ന തൻ്റെ ശരീരത്തെ പ്രതി ക്രിസ്തുവിന് സഹിക്കേണ്ടി വന്ന പീഡകളുടെ കുറവ് എൻ്റെ ശരീരത്തിൽ ഞാൻ നികത്തുന്നു. ക്രിസ്തുവിൻ്റെ സഭയാകുന്ന തൻ്റെ ശരീരത്തിൽ. അപ്പോൾ സഭ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ ശരീരം, അങ്ങനെയാണ് താരതമ്യപ്പെടുത്തിയിരിക്കുന്നത്. ക്രിസ്തുവിനെ സഹിക്കേണ്ടി വന്ന പീഡകളുടെ കുറവ് ഉണ്ടെന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ പീഡകൾക്ക് കുറവൊന്നും ഉണ്ടായില്ല. പിന്നെ എന്താണെന്ന് പറഞ്ഞാൽ ഈ സുവിശേഷം ലോകം മുഴുവനും പ്രസംഗിക്കുക എന്നുള്ള ചുമതല നമ്മൾ ഏൽപ്പിച്ചിട്ടാണ് പോയത്. അതാണ് ആ വാക്യം വായിക്കുമ്പോൾ അടുത്ത വാചകത്തിൽ നിന്ന് നമുക്കത് മനസ്സിലാകും. ഈ സുവിശേഷം ലോകമെങ്ങും എത്തിക്കുക എന്നുള്ള ചുമതല അത് നമുക്ക് ഭരമേൽപ്പിച്ചിട്ട് പോയതാണ്. അതാണ് ഈ കുറവെന്ന് പറഞ്ഞിരിക്കുന്നത്, പീഡകളുടെ കുറവ്. അത് നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്നു, നമ്മളത് ചെയ്യണം. അതിന് പീഡകളുണ്ട്. പൗലോസിൻ്റെ ജീവിതത്തിൽ, പ്രസംഗത്തിൽ, സുവിശേഷ വേലയിൽ നമുക്ക് കാണുവാൻ സാധിക്കും. പീഡകളില്ലാതല്ല സുവിശേഷ വേല. പീഡകളുണ്ട്. ആ പീഡകൾ സഹിച്ച് നമ്മൾ പ്രവർത്തിക്കണം. പൗലോസ് പറയുന്നത് ഞാനത് അങ്ങനെ ചെയ്യുന്നു എന്നാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്. ക്രിസ്തീയ ജീവിതത്തിൽ ഒരു കുരിശുണ്ട്. കാര്യം കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ഓരോ ദിവസവും ഉള്ള കുരിശ് മതി, ആ കുരിശും എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കുക. കുരിശില്ല എന്നല്ല പറഞ്ഞത്, കുരിശുണ്ട്, ആ കുരിശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കുക. യേശു പറഞ്ഞല്ലോ, എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ തൻ്റെ കുരിശും എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. യേശു അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഈ കുരിശെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ക്ലേശങ്ങളാണ്. ശരീരത്തിന്, മനസ്സിന്, ആത്മാവിന് എല്ലാം പീഡകളുണ്ടാകാം. ചിലർക്ക് ശരീരത്തിൽ മാത്രമായിരിക്കും രോഗമൊക്കെ, ചിലർക്ക് മനസ്സിലായിരിക്കും വേദന, സഹിക്കാൻ വയ്യാത്ത വേദന, ആത്മാവിലായിരിക്കും ചിലർക്ക് വേദന. ഈ 3 തരത്തിലുള്ള വേദനകളും യേശു സഹിച്ചു എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. ശരീരത്തിൽ വേദന വിവരിക്കുന്നില്ല, ക്രൂശുമരണം, അടികൊണ്ടത്, മുൾക്കിരീടം ചൂടിയത് എല്ലാം. മനസ്സിൽ അതാണ് നമ്മൾ ഗദസമേന തോട്ടത്തിൽ കണ്ടത്. യേശു രക്തം ഉയർത്തു. ഭാരം, പാപത്തിൻ്റെ ഭാരം സഹിക്കാൻ വയ്യ. യേശു സഹിക്കുന്ന വേദനകൾ സഹിക്കാൻ പ്രയാസമുള്ളത്. കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീക്കണമേ എന്ന് പറയാൻ ഇടയായി. അത്രമാത്രം വേദനാജനകമായിരുന്നു. യേശുവിൻ്റെ മനസ്സ് പിളർന്നു പോയി. ആത്മീയമായ തലത്തിൽ വേദന സഹിക്കുക, ഈ പാപികൾ രക്ഷപ്പെടണം. അതായിരുന്നു യേശുവിൻ്റെ ആഗ്രഹം. യേശുവിൻ്റെ മനുഷ്യാവതാരത്തെക്കുറിച്ച് പറയുമ്പോഴേ, അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല എന്നാണ് പൗലോസ് എഴുതിയിരിക്കുന്നത്. അവൻ കഷ്ടത സഹിച്ചു. പൊന്തിയോസ് പിലാത്തോസിൻ്റെ ദിവസങ്ങളിൽ നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു എന്നെല്ലാം നമ്മൾ നിത്യവിശ്വാസ പ്രമാണത്തിലൊക്കെ ഏറ്റു പറയുമ്പോൾ അവൻ്റെ പീഡാസഹനങ്ങൾ നാം ധ്യാനിച്ചു കൊണ്ടേയിരിക്കണം. കർത്താവ് ആഗ്രഹിക്കുന്ന ആ പീഡാസഹനങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ആഴമായി പതിയണം, അത് ചിന്തിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തൻ്റെ അന്ത്യത്താഴ് സമയത്ത് എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ എന്നരുളി ചെയ്തപ്പോൾ ആ പീഡാനുഭവങ്ങളെല്ലാം നമ്മുടെ ഹൃദയത്തിൽ ആഴമായിട്ട് പതിയണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. റോമൻ ശിക്ഷാക്രമം അനുസരിച്ച് യേശു കുരിശിലാണ് കൊല്ലപ്പെട്ടത്. ചരിത്രം അങ്ങനെയാണ്, നമുക്കറിയുകയും ചെയ്യാം. ബൈബിളിൽ അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. മരത്തിന്മേൽ തൂക്കപ്പെട്ടു എന്നാണ്
അപ്പോസ്തലന്മാരും ക്രിസ്ത്യവിശ്വാസികളും ഈ ക്രൂശ് മരണത്തെ കണക്കാക്കുന്നത്. മരത്തിന്മേൽ തൂക്കപ്പെടുന്ന ഏവനും ശപിക്കപ്പെട്ടവനാകുന്നു എന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ പഴയ നിയമത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ റോമൻ ഭരണകാലത്ത് ക്രൂശ മരണം നടപ്പിലാക്കുന്നതിന് മുമ്പ് തന്നെ യഹൂദന്മാരുടെ ഇടയിൽ മരണശിക്ഷയ്ക്ക് ഈ മരത്തിന്മേൽ തൂക്കപ്പെടുക എന്ന വിധി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പഴയ നിയമത്തിൽ തന്നെ മരത്തിന്മേൽ തൂക്കപ്പെടുന്ന ഏവനും ശപിക്കപ്പെട്ടവനാകുന്നു എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ വാചകമാണല്ലോ. യേശു കുരിശിൽ മരിച്ചത് മരത്തിന്മേൽ തൂക്കപ്പെട്ടത് തന്നെയാണ്. അതുകൊണ്ടാണ് യേശു ശപിക്കപ്പെട്ടവനായി എന്ന് പറയുന്നത്. യേശു 2 രീതിയിലാണ് ശപിക്കപ്പെട്ടവനായി തീർന്നു എന്ന് പൗലോസ് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, കുരിശ് മരണം, അല്ലെങ്കിൽ മരത്തിന്മേൽ തൂങ്ങി മരിക്കുന്നു. 2, യേശു നമ്മുടെ പാപങ്ങളാണ് അവൻ വഹിച്ചിരിക്കുന്നത്. പാപം വഹിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ, പാപി ശപിക്കപ്പെട്ടവൻ. അങ്ങനെയും യേശു ശപിക്കപ്പെട്ടവനാണ്. അങ്ങനെ നമുക്ക് പകരമായി യേശു ശപിക്കപ്പെട്ടവനായി തീർന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. യോഹന്നാൻ സുവിശേഷം 19 അധ്യായം 17 വാക്യം, അവൻ സ്വയം കുരിശും ചുമന്നുകൊണ്ട് തലയോടിടം, ഹെബ്രായ ഭാഷയിലെ ഗോൽഗോഥ എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്തേക്ക് പോയി. ആ കുരിശും എടുത്തുകൊണ്ടാണ് പോയത്. പൗലോസ് പ്രസംഗിച്ചത് കുരിശിൻ്റെ വചനമാണ്. ഈ പ്രസംഗം യേശുവിനെക്കുറിച്ച് പ്രസംഗിക്കുന്നു, സുവിശേഷം അറിയിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഏതെങ്കിലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരുന്നാൽ അതല്ല ഈ സുവിശേഷം എന്ന് പറയുന്നത്. യേശുവിൻ്റെ കുരിശാണ്. അതായിരിക്കണം നമ്മുടെ ടോപ്പിക്ക്, സബ്ജക്റ്റ് ഓഫ് പ്രീച്ച്. പ്രസംഗ വിഷയം അതായിരിക്കണം. പൗലോസ് അതാണ് പ്രസംഗിച്ചത്. 1 കൊരിന്ത്യർ 1:18 പറയുന്നു, നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിൻ്റെ വചനം ഭോഷത്വമാണ്, രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്കോ അത് ദൈവത്തിൻ്റെ ശക്തി അത്രയും. അത് നമ്മൾ പ്രത്യേകം ഓർത്തോണം. ഇത് എന്തായി കുരിശ്? കഷ്ടപ്പാടും സങ്കടങ്ങളും അല്ലയോ കുരിശ് എന്നുള്ള വാക്കുകൊണ്ട് തന്നെ അതാണ് ഉദ്ദേശിക്കുന്നത്. എന്തിനാ അത് വഹിച്ചുകൊണ്ട് പോകുന്നത് എന്ന് പലരും വിചാരിക്കും. അങ്ങനെയല്ല. നാം രക്ഷയിലൂടെയാണ് ചരിക്കുന്നത്. രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്ക് അത് ഈ കുരിശിൻ്റെ വചനം ദൈവത്തിൻ്റെ ശക്തി അത്രയും. അത് ശക്തി നൽകുന്ന ഒരു കാര്യമാണ്. ദൈവത്തിൻ്റെ ശക്തി നമ്മളിൽ പ്രവർത്തിക്കുന്ന ഒരു കാര്യമായി കുരിശിൻ്റെ വചനം. ബലഹീനത അല്ല, ശക്തിയാണ് പ്രദാനം ചെയ്യുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. ക്രൂശ് മരണം വഴി ആണ് ക്രിസ്തു നിരപ്പ് ഉണ്ടാക്കിയത്. എഫേസ്യോസ് 6:16, ഇരുകൂട്ടരുടെയും സ്ഥാനത്ത് ഒരു പുതിയ മനുഷ്യനെ സൃഷ്ടിച്ചുകൊണ്ട് സമാധാനം സംസ്ഥാപിക്കാനും കുരിശു വഴി ഒരേ ശരീരത്തിൽ ഇരുകൂട്ടരെയും ദൈവത്തോടെ അനുരഞ്ജിപ്പിക്കാനും അങ്ങനെ തന്നിലൂടെ ശത്രുത അവസാനിപ്പിക്കാനുമാണ് അവൻ അങ്ങനെ ചെയ്തത്. ഇത്ര കഷ്ടപ്പെട്ട് കർത്താവ് ഈ കുരിശിൽ തൂങ്ങിയത് എന്തിനാ? ഇരുകൂട്ടരെയും, യഹൂദരും വിജാതിയരും എന്നാണ് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. എല്ലാ മനുഷ്യരെയും ഐക്യപ്പെടുത്തി സമാധാനം സ്ഥാപിച്ചിട്ട് എല്ലാവരെയും ദൈവവുമായിട്ട് അനുരഞ്ജിപ്പിക്കാൻ, അങ്ങനെ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ആ ശത്രുത അവസാനിപ്പിക്കണം. അതാണ് നിരപ്പുണ്ടാക്കി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. അതിനാ കർത്താവ് ഇത്ര പീഡകൾ സഹിച്ചത്. ക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ ശത്രുക്കൾ ധാരാളമുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം നാശമാണ് അവസാനം. ക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ ശത്രുക്കൾക്ക് നാശമാണ് അവസാനം. ഫിലിപ്പിയ ലേഖനം 3:19 പറയുന്നു, നാശമാണ് അവരുടെ അവസാനം, ഉദരമാണ് അവരുടെ ദൈവം, ലജ്ജാകരമായതിൽ അവർ അഭിമാനം കൊള്ളുന്നു. കുരിശ് വഴി ലിഖിത നിയമങ്ങളെ അവൻ മായ്ച്ചു കളഞ്ഞു. ഇപ്പോൾ കൽപ്പനകളുടെ ശക്തി കൊണ്ടല്ല, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയല്ല നാം ജീവിക്കുന്നത്. അതുകൊണ്ട് ലിഖിത നിയമങ്ങളെ യേശു മായ്ച്ചു കളഞ്ഞു എന്ന് പറയുന്നത്. നാം ആത്മനിറവിലാണ് ജീവിക്കുന്നത്. അത് നമ്മൾ പ്രത്യേകം ഓർത്തോണം. കൊളോസോസ് 2:14, നമുക്ക് ദോഷകരമായി നിന്ന ലിഖിത നിയമങ്ങളെ അവൻ മായ്ച്ചു കളയുകയും അവയെ കുരിശിൽ തറച്ച് നിഷ്കാസനം ചെയ്യുകയും ചെയ്തു. ഇനിയും 2-ാം അധ്യായം 17-18 വാക്യം കൂടെ നമുക്ക് ഒന്ന് നോക്കിപ്പോകാം. 2:17 വിദൂരസ്ഥരായിരുന്ന നിങ്ങളോടും
സമീപസ്ഥരായിരുന്ന ഞങ്ങളോടും അവൻ സമാധാനം പ്രസംഗിച്ചു. 2:18 അതിനാൽ അവനിലൂടെ ഒരേ ആത്മാവിൽ ഇരുകൂട്ടർക്കും പിതാവിൻ്റെ സന്നിധിയിൽ പ്രവേശിക്കുവാൻ സാധിക്കുന്നു. വിദൂരസ്ഥരായിരുന്ന വിജാതിയരോടും സമീപസ്ഥരായിരുന്ന യഹൂദരോടും യേശു സമാധാനമാണ് പ്രസംഗിച്ചത്. ശുശ്രൂഷയുടെ ഒരു പ്രധാന വേലയാണ് പ്രസംഗിക്കുക എന്നുള്ളത്. പലതരം ശുശ്രൂഷകളുണ്ട്. ഒരു പ്രധാന വേലയാണ് പ്രസംഗിക്കുക എന്നുള്ളത്. സ്നാപയോഹന്നാൻ യൂദായിലെ മരുഭൂമിയിൽ വന്ന് അദ്ദേഹം പ്രസംഗിച്ചു. അദ്ദേഹം എന്താണ് പ്രസംഗിച്ചത്? മാനസാന്തരപ്പെടുവീൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. പ്രസംഗമാണ് പ്രധാനമായിട്ട് നടത്തിയത്. പറഞ്ഞ വിഷയം അതാണ്, മാനസാന്തരപ്പെടുവീൻ. പൗലോസ് റോമിലായിരുന്നു, 2 വർഷം കാരാഗൃഹത്തിൽ കടന്നു. സ്വന്തം ചെലവിൽ ഒരു വീട് വാടകയ്ക്കെടുത്ത് 2 വർഷം അവിടെ താമസിച്ചു. തന്നെ സമീപിച്ച എല്ലാവരോടും അവന് ദൈവരാജ്യം പ്രസംഗിച്ചു. അവൻ എല്ലാവരെയും സ്വാഗതം ചെയ്തു, ദൈവരാജ്യം പ്രസംഗിച്ചു. കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ച് നിർബാധം ധൈര്യപൂർവം പഠിപ്പിക്കുകയും ചെയ്തു. പോകാൻ പറഞ്ഞപ്പോൾ യേശു ഒരിടത്ത് നിന്ന് പ്രസംഗിക്കുന്ന കാര്യമല്ല ഈ പറഞ്ഞത്. ഒരു സ്ഥലത്ത് അങ്ങ് കേന്ദ്രീകരിച്ച് അവിടെ നിൽക്കാനല്ല പറഞ്ഞത്, പോയി പ്രസംഗിക്കുകയും. അപ്പം പോകാനുള്ള ഒരു വിളിയുടെ ഒരു നിർദ്ദേശം കൂടെ നമുക്ക് തന്നിട്ടുണ്ട്. യേശു 12 പേരെയും ഇസ്രായേൽ വംശത്തിന് നഷ്ടപ്പെട്ടു പോയ ആടുകളുടെ അടുത്തേക്ക് അയച്ചു. പല രാജ്യങ്ങളിൽ അവർ കുടിയേറി പാർത്തിട്ടുണ്ട്. എല്ലായിടത്തും പോകാനാണ് കർത്താവ് പറഞ്ഞത്, പോയി പ്രസംഗിക്കണം. മത്തായിയുടെ സുവിശേഷം 10:7-8 വാക്യങ്ങൾ, പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രസംഗിക്കുവിൻ, രോഗികളെ സുഖപ്പെടുത്തുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുകയും പിശാചുക്കളെ ബഹിഷ്കരിക്കുകയും ചെയ്യുവീൻ. ദാനമായി നിങ്ങൾക്ക് കിട്ടി, ദാനമായി തന്നെ കൊടുക്കുവീൻ. ഉയർത്തെഴുന്നേറ്റവനായ യേശു കർത്താവ് ലോകമെങ്ങും പോയി പ്രസംഗിക്കുവാൻ ശിഷ്യന്മാരെ നിയോഗിക്കുകയാണ്. മർക്കോസ് 16:15-16 വാക്യങ്ങളിൽ അവൻ ശിഷ്യന്മാരോട് പറയുകയാണ്. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവീൻ. വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും. വിശ്വസിക്കുന്നവരോടുകൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. അവർ എൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും, പുതിയ ഭാഷകൾ സംസാരിക്കും, അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും, മാരകമായ എന്ത് കുടിച്ചാലും അത് അവരെ ഉപദ്രവിക്കുകയില്ല, അവർ രോഗികളുടെ മേൽ കൈകൾ വെക്കും, അവർ സുഖം പ്രാപിക്കുകയും ചെയ്യും. വിശ്വസിക്ക്, നിങ്ങൾക്ക് രോഗികളുടെ മേൽ കൈ വെച്ച് സുഖപ്പെടുത്തുവാൻ അധികാരം നൽകപ്പെട്ടിരിക്കുക. പ്രയോഗിക്കണം. അധികാരം പലർക്കും ഉണ്ടെങ്കിലും പ്രയോഗിക്കാറില്ല എന്നുള്ളതാണ് ഇപ്പം കണ്ടുവരുന്ന ഒരു വലിയ കുറവ്. അധികാരം തന്നിട്ടുണ്ട്, അത് പ്രയോഗിക്കണം. പ്രസംഗ വിഷയം ക്രിസ്തു തന്നെയായിരിക്കണം. അപ്പോസ്തല പ്രവൃത്തിയിൽ 8-5-35 വാക്യങ്ങളിൽ പീലിപ്പോസ് സമറിയായിലെ നഗരത്തിൽ ചെന്ന് അവിടെയുള്ളവരോട് ക്രിസ്തുവിനെ പറ്റി പ്രഘോഷിച്ചു. പീലിപ്പോസിൻ്റെ വാക്കുകൾ കേൾക്കുകയും അവൻ പ്രവർത്തിച്ച അടയാളങ്ങളും കണ്ടപ്പോൾ ആളുകൾ അവൻ പറഞ്ഞ കാര്യങ്ങൾ ഏക മനസ്സോടെ ശ്രദ്ധിച്ചു. ശുശ്രൂഷകർ ഇടയന്മാരെ പോലെ ആട്ടിൻകൂട്ടത്തെ മേയ്ക്കുന്നവരായിരിക്കണം. യേശു തൻ്റെ ഉയർത്തെഴുന്നേൽപ്പതിന് ശേഷം തിബരിയാസ് കടൽത്തീരത്ത് വെച്ച് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ പത്രോസിനോട് 3 പ്രാവശ്യം ചോദിച്ചു, യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഇവരെക്കാട്ടിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നു എന്ന് യേശുവിനോട് പത്രോസ് മറുപടി പറഞ്ഞു. യേശു പറഞ്ഞു, എൻ്റെ ആടുകളെ മേയ്ക്കുക, എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. ഞാനിത് എടുത്തു പറയാൻ കാരണം മേയ്ക്കുക എന്നുള്ള വാക്കാണ് യേശു ഉപയോഗിച്ചത്. വടികൊണ്ട് അടിക്കാനോ ഭരിക്കാനോ അല്ല. കർത്താവ് പറഞ്ഞതെന്ന് ഓർക്കണം. മേയ്ക്കുക, ആടുകളെ മേയ്ക്കുക, കുഞ്ഞാടുകളെ മേയ്ക്കുക. പത്രോസ് തൻ്റെ ലേഖനത്തിൽ ഈ കാര്യം തന്നെ എടുത്തു പറയുന്നുണ്ട്. 1 പത്രോസ് 5:2, നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ അജഗണത്തെ പരിപാലിക്കുവിൻ. വിശ്വാസികളെല്ലാം അജഗണമാണ്, അവരെ പരിപാലിക്കുകയാണ് ചെയ്യേണ്ടത്. ഹെബ്രായ ലേഖനം 13:17, നിങ്ങളുടെ നേതാക്കന്മാരെ അനുസരിക്കുകയും അവർക്ക് വിധേയരായിരിക്കുകയും ചെയ്യുവീൻ. കേൾപ്പിക്കാൻ കടപ്പെട്ട മനുഷ്യരെ പോലെ
അവർ നിങ്ങളുടെ ആത്മാക്കളുടെ മേൽനോട്ടം വഹിക്കുന്നു. അങ്ങനെ അവർ സന്തോഷപൂർവ്വം സങ്കടം കൂടാതെ ആ കൃത്യം ചെയ്യുന്നതിന് ഇടയാകട്ടെ. അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് പ്രയോജനരഹിതമായിരിക്കും. അവരെ ആട്ടിടയന്മാർ, നമ്മൾ ആടുകളുമാണ്. അവരുടെ പ്രവർത്തനം നമ്മുടെ ഇടയിൽ നടക്കട്ടെ. അവർക്ക് വിധേയരായിരിക്കണം. നമ്മൾ ഇന്ന് നമ്മൾ പഠിച്ചതും ധ്യാനിച്ചത് എഫേസ്യോസ് 2:15 മുതൽ 18 വരെയുള്ള 4 വാക്യങ്ങളാണ്. യേശുക്രിസ്തുവിൻ്റെ കുരിശ് വഴിയാണ് നമുക്ക് പിതാവായ ദൈവത്തോടെ അനുരഞ്ജനമുണ്ടായത്. നാം വിശ്വാസത്തിൽ ഐക്യത്തിലായിരിക്കണം. ഒരാട്ടിൻ പറ്റം ഒരിടയൻ, ഇതാണ് യേശുവിൻ്റെ ലക്ഷ്യം. പരസ്പര സ്നേഹവും സഹകരണവും അത് നമ്മുടെ ആത്മീയ വിജയത്തിന് ആവശ്യമാണ്. യേശു ക്രിസ്തു മൂലമാണ് നമുക്ക് സമാധാനം ഉണ്ടാകുന്നത്. അവനൊരു പുതിയ മനുഷ്യനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ക്രിസ്തീയ ജീവിതത്തിൽ കുരിശിൻ്റെ പ്രാധാന്യം എന്താണ് എന്നുകൂടി നമ്മൾ ഈ സമയത്ത് ചിന്തിച്ചു, ധ്യാനിച്ചു, പഠിച്ചു. അടുത്ത എപ്പിസോഡ് 131 എപ്പിസോഡിൽ എഫേസ്യസ് 2:19 മുതൽ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യാം. ആത്മാവ് നമ്മളെ നടത്തട്ടെ. ആമീൻ, ആമീൻ, ആമീൻ.